നമസ്കാരം, ഗുഡ് മോർണിംഗ് എവരിബഡി. EVSന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? EVSന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മത്സ്യത്തെ കുറിച്ച് പഠിച്ചു അല്ലേ? മത്സ്യത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പഠിച്ചു അല്ലേ? പിന്നെ എന്തൊക്കെയാണ് പഠിച്ചത്? അതെ, നമ്മൾ ജീവനുള്ളവയും ജീവനില്ലാത്തവയെയും കുറിച്ച് പഠിച്ചു. പിന്നെയോ ജലത്തിൽ ജീവിക്കുന്നവയെയും കരയിൽ ജീവിക്കുന്നവയെയും കുറിച്ച് പഠിച്ചു അല്ലെ? കരയിൽ മാത്രം ജീവിക്കുന്നവയെ പറ്റിയും ജലത്തിൽ മാത്രം ജീവിക്കുന്നവയെ പറ്റിയും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നമ്മുടെ ദേശീയ വൃക്ഷം ഏതാണ് പറയാമോ കൂട്ടുകാർക്ക്? നമ്മുടെ ദേശീയ വൃക്ഷം അതെ, അരയാലാണ് അല്ലെ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അരയാലിനെ കുറിച്ചാണ്. നമുക്ക് നോക്കാം. എല്ലാവരും കാണുന്നില്ലേ? ബനിയൻ ട്രീ അല്ലെ? അരയാൽ. എന്താണ് അരയാലിന്റെ പ്രത്യേകത? അതെ, ഏറ്റവും അധികം ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന ഒരു മരമാണ് ബനിയൻ ട്രീ അഥവാ അരയാൽ അല്ലെ? ശുദ്ധവായു എന്തൊക്കെയാണ് അരയാലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? ശുദ്ധവായു അല്ലെ? ശുദ്ധവായു ലഭിക്കുന്നു. പിന്നെയോ ആഹാരത്തിനായിട്ട് വളരെയധികം ജീവജാലങ്ങൾ ചെടിയെ അല്ലെങ്കിൽ ഈ മരത്തെ ആശ്രയിക്കുന്നു. ശരിയല്ലേ? എന്തൊക്കെയാണ്? പക്ഷികള്, അണ്ണാൻ, ഉറുമ്പ്, അങ്ങനെയുള്ള ഒരുപാട് ജീവജാലങ്ങള് നമ്മുടെ അരയാലിനെ ആശ്രയിക്കുന്നുണ്ട് അല്ലേ? ഇനി വാസസ്ഥലത്തിനായിട്ട് ആശ്രയിക്കുന്നവരുണ്ട്, പിന്നെയോ ഭക്ഷണത്തിനായിട്ട് ആശ്രയിക്കുന്നവരുണ്ട് അല്ലേ? പക്ഷികളൊക്കെ ആണെങ്കിൽ അതിലുണ്ടാവുന്ന ചെറിയ പഴങ്ങളൊക്കെ കഴിക്കുന്നു. പുഴുക്കളൊക്കെ ആണെങ്കിൽ അവയിലെ ഇലകൾ കഴിക്കുന്നു അല്ലെ? അങ്ങനെ ഒരുപാട് തരത്തിലുള്ള എന്തൊക്കെയാ സഹായങ്ങൾ അല്ലെ നമുക്ക് നൽകുന്ന ഒരു വൃക്ഷമാണ് അരയാൽ. പിന്നെ നമ്മൾ മനുഷ്യരാണെങ്കിലോ നമ്മൾ അവിടെ കീഴിലിരുന്ന് വിശ്രമിക്കുന്നു അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഷെൽട്ടറിനായിട്ട്, തണലിനായിട്ട് ഒക്കെ നമ്മൾ അവിടെ ഇരിക്കുന്നു. പിന്നെ നമുക്ക് എന്തൊക്കെയാണ്? വാസസ്ഥലത്തിന് ഒന്നുകൂടെ പറയാം. എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം. ആഹാരം, ശുദ്ധവായു, വാസസ്ഥലം, വിശ്രമം, തണൽ. ഒന്നുകൂടെ പറഞ്ഞാലോ? ആഹാരം, ശുദ്ധവായു, വാസസ്ഥലം, വിശ്രമം, തണൽ. ഈ ആവശ്യങ്ങൾക്കാണ് നമ്മൾ അരയാലിനെ ആശ്രയിക്കുന്നത്. നമുക്ക് നോക്കാം. ആൽമരം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ജീവജാലങ്ങൾക്ക് ശ്വസിക്കാൻ ആവശ്യമായ ശുദ്ധവായു നൽകുന്നു അല്ലെ? ജീവജാലങ്ങൾക്ക് ശ്വസിക്കാനായിട്ടുള്ള ശുദ്ധവായു നൽകുന്നു. ഒന്നുകൂടെ പറഞ്ഞേ. ജീവജാലങ്ങൾക്ക് ശ്വസിക്കാൻ ആവശ്യമായ ശുദ്ധവായു ലഭിക്കുന്നു അല്ലെങ്കിൽ നൽകുന്നു. ഈ ആരാണ് നൽകുന്നത്? അരയാലാണ് നൽകുന്നത് അല്ലെ? ഇറ്റ് പ്രൊവൈഡ്സ് ഫ്രഷ് എയർ ടു ബ്രീത്ത് ഫോർ ഓൾ ഓർഗാനിസം. എല്ലാ ജീവജാലങ്ങൾക്കും ശ്വസിക്കാനായിട്ടുള്ള എയർ അല്ലെ? നമുക്ക് ആവശ്യമായിട്ടുള്ള വായു നമുക്ക് ലഭിക്കുന്നു. പിന്നെയോ തണൽ നൽകുന്നു അല്ലെ? എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യരാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അല്പം വിശ്രമിക്കാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം തോന്നുമ്പോൾ തണലായിട്ടോ അല്ലെങ്കിൽ വെയിൽ ചൂട് കൂടുമ്പോഴൊക്കെ തണലായിട്ടും എല്ലാ വൃക്ഷങ്ങളും തരുന്നുണ്ട്. എന്നാൽ പ്രധാനമായും പങ്കുവഹിക്കുന്ന ഒരു വൃക്ഷമാണ് നമ്മുടെ അരയാൽ അല്ലെ? തണൽ നൽകുന്നു. എന്താണ് അടുത്ത പോയിന്റ്? തണൽ നൽകുന്നു. ഇറ്റ് ഗീവ്സ് ഷെയ്ഡ് ഡ്യൂറിങ് ഡേ ടൈം. പകൽ സമയങ്ങളില് എന്താണ് തണൽ നൽകാനായിട്ട് അല്ലെ നമുക്ക് തണൽ നൽകുന്നു. അടുത്തത്, ചില ജീവികൾ മരപ്പൊത്തുകളിൽ കഴിയുന്നു. നമുക്കറിയാം അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളില് ജലത്തിൽ ജീവിക്കുന്നവയെ കുറിച്ച് പഠിച്ചു, കരയിൽ ജീവിക്കുന്നവയെ കുറിച്ച് പഠിച്ചു അല്ലെ? അപ്പൊ ജലത്തിൽ മാത്രം ജീവിക്കുന്നവരെ നമ്മൾ പറഞ്ഞില്ലേ? മത്സ്യം പറഞ്ഞായിരുന്നു അല്ലെ? മത്സ്യം മാത്രമാണ് ജലത്തിൽ മാത്രം ജീവിക്കുന്നത്. ഇനി ജലത്തിലും കരയിലും ജീവിക്കുന്നവരെ നമ്മൾ പഠിച്ചായിരുന്നു. ആരൊക്കെയാണ്? ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കാം. ആമ, മുതല, പിന്നെയോ ആമയും മുതലയും മാത്രമാണോ? അല്ല, തവളയുണ്ട്, താറാവുണ്ട് അല്ലെ? അങ്ങനെ ഒരുപാട് ജീവജാലങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി അതുപോലെ തന്നെ കരയിൽ ജീവിക്കുന്നവരെ കുറിച്ച് നമ്മൾ
ചില ജീവികൾ മരപ്പൊത്തിൽ കഴിയുന്നു. പല ജീവികളും പല പല സ്ഥലങ്ങളിലാണ് അല്ലേ ജീവിക്കുന്നത്. എല്ലാവരും ഒരു മരപ്പൊത്തിനുള്ളിലാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ഒരു വീട്ടിലാണോ താമസിക്കുന്നത്? അല്ല, എല്ലാവർക്കും അവരുടേതായ വാസസ്ഥലങ്ങളുണ്ട് അല്ലെ. അത് നമ്മൾ പഠിച്ചതാണ്. ഓരോ ജീവിക്കും അവയുടേതായ വാസസ്ഥലങ്ങൾ ഉണ്ടാവും. മനുഷ്യര് വീട്ടിൽ താമസിക്കുന്നത് പോലെ, പക്ഷികൾ കൂട്ടിൽ താമസിക്കുന്നത് പോലെ, പാമ്പ് മാളത്തിൽ താമസിക്കുന്നത് പോലെ അല്ലെ. അതുപോലെ ഓരോ ജീവികളും പല സ്ഥലങ്ങളിലായിട്ട് അല്ലെങ്കിൽ പല ആവാസ വ്യവസ്ഥകളിലാണ് ജീവിക്കുന്നത്. നമുക്ക് നോക്കാം. ചില ജീവികൾ മരപ്പൊത്തുകളിൽ കഴിയുന്നു. ആരൊക്കെയാണ് മരപ്പൊത്തുകളിൽ കഴിയുന്നത്? ഈ പറഞ്ഞ പാമ്പുകൾ അല്ലേ. പാമ്പുകളൊക്കെ മരത്തിൽ കഴിയാറുണ്ട് അല്ലെ, മരത്തിന്റെ പൊത്തുകളിൽ കഴിയാറുണ്ട്. പിന്നെയോ പക്ഷികൾ അല്ലെ, ചില പക്ഷികളൊക്കെ മരത്തിന്റെ പൊത്തുകളിൽ കഴിയാറുണ്ട്. പിന്നെയോ അണ്ണാൻ അല്ലെ, അങ്ങനെയുള്ള ചില ജീവികളൊക്കെ എവിടെ കഴിയുന്നു? അതെ, മരപ്പൊത്തുകളിൽ കഴിയുന്നു. ചില ജീവികൾ മരപ്പൊത്തുകളിൽ കഴിയുന്നു. Some organisms live in the hollow of banyan tree. banyan tree നമ്മുടെ വാസസ്ഥലത്തിനായിട്ട് ഉപയോഗിക്കുന്നു അല്ലെ. banyan tree നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു? വാസസ്ഥലത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത നോക്കാം. മരത്തോലുകൾക്കിടയിലും മറ്റുമായി അനേകം ചെറുജീവികൾ കഴിയുന്നു. അത് നമുക്കറിയാം അല്ലെ. ഉറുമ്പുകള്, പഴുതാര, അതേപോലെ ചെറിയ പുഴു അല്ലെ, പുഴു പ്രാണികളൊക്കെ പോലെയുള്ളവര് ആ മരത്തിന്റെ തോലിലൊക്കെയാണ് പറ്റിപ്പിടിച്ച് ജീവിക്കുന്നത്. അവിടെ ഒതുങ്ങി ജീവിക്കുന്ന കുറെ ചെറിയ ജീവികളുണ്ട് അല്ലെ. നമ്മൾ കളിക്കാനൊക്കെ ആയിട്ട് പോയിരിക്കുമ്പോഴാണേലും മരത്തിലൊക്കെ ചാടിയിരിക്കുമ്പോൾ നമുക്ക് കാണാം അല്ലെ, ഉറുമ്പുകളെയൊക്കെ വളരെ സൂക്ഷ്മതയോടെ നോക്കിയാൽ മാത്രമേ അവയെ കാണാൻ സാധിക്കുകയുള്ളൂ. മറ്റു പക്ഷികളെയൊക്കെ കാണുന്ന പോലെ കാണാനായിട്ട് സാധിക്കില്ല. അത്രയും ചെറിയ ജീവികളാണ് അവ. അപ്പൊ അവ എവിടെയാണ് താമസിക്കുന്നത്? മരത്തോലുകൾക്കിടയിലും മറ്റുമായി അനേകം ചെറുജീവികൾ കഴിയുന്നു. A number of organisms live below the bark of banyan tree. banyan treeയുടെ തോലിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ജീവികളെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നോക്കാം. ഇനിയും ഒരുപാടുണ്ട്. മരത്തിന്റെ ഇലയും കായും ജീവികൾക്ക് ആഹാരമാകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പക്ഷികളാണെങ്കിൽ അതിന് ചെറിയ പഴങ്ങളൊക്കെ ആഹാരമാക്കുന്നു. പിന്നെ ഇല കഴിക്കുന്നവരുണ്ടല്ലോ, പുഴുക്കള് അല്ലെങ്കിൽ മറ്റു വലിയ നമ്മുടെ ആട് അതേപോലുള്ള ജീവികള്, പശുവൊക്കെ എന്താണ് ഇതേപോലെ മരത്തിന്റെ ഇലകളൊക്കെ കഴിക്കാറുണ്ട് അല്ലെ. അപ്പോ മരത്തിന്റെ ഇലയും കായും ജീവികൾക്ക് ആഹാരമാകുന്നു. Its leaves and fruits are food for living beings. അടുത്തത് നോക്കാം. ജീവികൾക്ക് വിശ്രമിക്കാൻ ചില്ലകൾ സഹായകമാകുന്നു അല്ലെ. നമുക്കറിയാം, ഇപ്പം മനുഷ്യരാണെങ്കിലും മരത്തിന്റെ ചുവട്ടിലിരുന്ന് വിശ്രമിക്കും. എന്നാൽ ജീവികൾ, അതായത് പക്ഷികള്, കുരങ്ങന്മാര്, അണ്ണാൻ അതേപോലെയുള്ള ജീവികളൊക്കെ എവിടെയാണ്? മരത്തിന്റെ ചില്ലകളിലാണല്ലേ ഇരിക്കുന്നത്. അപ്പോ ജീവികൾക്ക് വിശ്രമിക്കാൻ ചില്ലകൾ സഹായിക്കുന്നു. ഇനി നോക്കാം. It gives a resting place for birds and animals. അടുത്ത നോക്കിയേ. പക്ഷികൾ മരക്കൊമ്പിൽ കൂടൊരുക്കുന്നു. അതും നമുക്കറിയാം അല്ലേ. പക്ഷികളൊക്കെ അവയുടെ കുഞ്ഞു കിളിക്കൂടുകൾ ഉണ്ടാക്കുന്നത് എവിടെയാണ്? മരക്കൊമ്പുകളിലാണ് അല്ലെ. മരക്കൊമ്പുകളില് കൂട് കൂട്ടുന്നു. Birds make nest on the branches of it. ഓക്കെ, പിടികിട്ടിയോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? വളരെ എളുപ്പത്തില് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ നമ്മുടെ ആൽമരത്തിന് എങ്ങനെയൊക്കെയാണ് നമ്മളെ സഹായിക്കാനാവുക എന്നുള്ളതാണ് വളരെ ചെറിയ പോയിന്റ്സില് വളരെ ചുരുക്കി പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അടുത്തത് നോക്കാം. ഇപ്പൊ നമ്മള് മരത്തിൽ വസിക്കുന്നവയും മണ്ണിൽ വസിക്കുന്നവയും. എങ്ങനെയാണ്? മരത്തിൽ വസിക്കുന്നവയും മണ്ണിൽ വസിക്കുന്നവയും. അപ്പൊ ഇപ്പൊ നമ്മള് ആൽമരത്തിനെ കുറിച്ച് പഠിച്ചു. ആൽമരം എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്നൊക്കെ പഠിച്ചു അല്ലെ. ഇനി അപ്പൊ അതിൽ നിന്ന് നമ്മൾ മരത്തിൽ ജീവിക്കുന്നവരെ കുറിച്ച് പഠിച്ചല്ല. ഇനി അതിൽ നിന്ന് മരത്തിൽ മാത്രമാണോ? അല്ല, മരത്തിൽ വസിക്കുന്നവരും മണ്ണിൽ വസിക്കുന്നവരും. എങ്ങനെയാണ്? മരത്തിൽ വസിക്കുന്നവരും മണ്ണിൽ വസിക്കുന്നവരും. live on trees and live on soil. മണ്ണിലും മരത്തിലും. നോക്കാം. മണ്ണിൽ വസിക്കുന്നവർ ആരൊക്കെയാണ്? നമുക്കറിയാം അല്ലെ. ഉറുമ്പ്, ആന്റ്, പാമ്പ്, സ്നേക്ക്, മണ്ണിര, എർത്ത്-വോം, കുഴിയാന, ആന്റ് ലയൺ, പുല്ല്, ഗ്രാസ്, ചിതൽ, ടെർമൈറ്റ്, പഴുതാര,
സെന്റിപെഡ്. തൊട്ടാവാടി ടച്ച് മീ നോട്ട് പ്ലാന്റ്. ഞണ്ട് ക്രാബ്. എലി മൗസ്. അല്ലെ, ഇത്രയുമാണ് മണ്ണിൽ വസിക്കുന്ന ജീവികൾ. ഒന്നുകൂടെ വായിക്കാം, എന്റെ കൂടെ വായിക്കണേ, ഒപ്പം വായിച്ചു പോണം കേട്ടോ. ഉറുമ്പ്, എന്താണ് ഉറുമ്പിന് ഇംഗ്ലീഷിൽ പറയുന്നത്? അതെ, ആൻഡ്. അതെല്ലാവർക്കും അറിയാം അല്ലെ, ഉറുമ്പ് ആൻഡ്. പാമ്പ് സ്നേക്ക്. മണ്ണിര എർത്ത് വോം. കുഴിയാന ആൻഡ് ലയൺ. പുല്ല് ഗ്രാസ്. ചിതൽ ടെർമൈറ്റ്. പഴുതാര സെന്റിപെഡ്. തൊട്ടാവാടി ടച്ച് മീ നോട്ട് പ്ലാന്റ്. ഞണ്ട് ക്രാബ്. എലി മൗസ്. അല്ലെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മണ്ണിൽ വസിക്കുന്നവർ ആരൊക്കെയാണെന്ന്? ഉറുമ്പ്, പാമ്പ്, മണ്ണിര, കുഴിയാന തുടങ്ങിയ ജീവികളെല്ലാം ജീവികൾ മാത്രമാണോ? പുല്ലെന്ന് പറഞ്ഞ ജീവിയാണോ? അല്ല. പക്ഷെ ജീവൻ ഉണ്ടോ അവയ്ക്ക്? യെസ്, അവയ്ക്ക് ജീവനുണ്ട് അല്ലെ. അവ നോൺ ലിവിങ് തിങ്സ് ആണോ, ലിവിങ് തിങ്സ് ആണോ? അതന്നെ, വെരി ഗുഡ്. അവ ജീവനുള്ളവയാണ് അല്ലെ, മണ്ണിലാണ് അവ ജീവിക്കുന്നത്. അതേപോലെ തൊട്ടാവാടി ഒരു ജീവിയാണോ? അല്ല, പക്ഷെ അവയ്ക്ക് ജീവനുണ്ട്. അവ പ്ലാന്റ്സ് വർഗത്തിൽപ്പെട്ടവരാണ് എങ്കിലും അവയ്ക്ക് ജീവനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് മണ്ണിൽ വസിക്കുന്നവരെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരാണ്? മരത്തിൽ വസിക്കുന്നവർ. ആരാണ്? മരത്തിൽ വസിക്കുന്നവർ. ലീവ്സ് ഓൺ ട്രീസ്. അത് വളരെ എളുപ്പമാണ്. നമ്മൾ ചുറ്റുപാടുള്ളവരായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു പോകാൻ സാധിക്കും അല്ലെ. മരത്തിൽ വസിക്കുന്നവർ ആരൊക്കെയാണ്? കിളികൾ, അണ്ണാൻ, ഇത്തിൽക്കണ്ണി, ഉറുമ്പ്, കാക്ക, കുരങ്ങൻ, ഓന്ത്, പുഴു, പാണ്ട, തേനീച്ച. ഇതിങ്ങനെ കുറേ ഉണ്ട്. ഇനിയും ഒരുപാടുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ടീച്ചർ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നിങ്ങൾക്ക് അത്യാവശ്യം എക്സാമിന് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളിത് പഠിച്ചു പോരുക കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം. കിളികൾ എന്താണ്? കിളികളുടെ ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയാലോ. എന്താണ്? ബേർഡ്സ് അല്ലെ. കിളികൾ ബേർഡ്സ്. അണ്ണാൻ സ്ക്യൂറൽ. ഇത്തിൽക്കണ്ണി ലൊറാന്തസ്. ഇത്തിൽക്കണ്ണിക്ക് എന്താ പറയണേ? ലൊറാന്തസ്. ഉറുമ്പ് ആൻഡ്. ഉറുമ്പ് എന്താ? ആൻഡ്. ഇനി കാക്ക ക്രോ. കുരങ്ങൻ മങ്കി. അതെല്ലാവർക്കും അറിയാം അല്ലെ, കുരങ്ങൻ മങ്കി. ഇനി ഓന്ത് ഗാർഡൻ ലിസാർഡ്. എന്താണ്? ഗാർഡൻ ലിസാർഡ്. ഇനി പുഴു എന്താണ്? പുഴു അറിയാം അല്ലെ, ക്യാറ്റർ പില്ലർ. പുഴു എന്താണ്? ക്യാറ്റർ പില്ലർ. ഇനി അടുത്തത് പാണ്ട. പാണ്ട അല്ലെ, പാണ്ടയ്ക്ക് പാണ്ട എന്ന് തന്നെയാണ്. പിന്നെയോ തേനീച്ച, ഹണിബി അല്ലെ, തേനീച്ച ഹണിബി. അപ്പൊ നമ്മൾ പഠിച്ചു മരത്തിൽ വസിക്കുന്നവരെയും കുറിച്ച് പഠിച്ചു, മണ്ണിൽ വസിക്കുന്നവരെയും കുറിച്ച് പഠിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു മണ്ണിൽ വസിക്കുന്നവരിലും മരത്തിൽ വസിക്കുന്നവരിലും ഒക്കെ ജീവനുള്ളവയുമുണ്ട്, ജീവനില്ലാത്തവയും ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ജീവിയ ഘടകങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ. ജീവനുള്ളവയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീവിയ ഘടകങ്ങൾ, അതായത് ബയോട്ടിക് ഫാക്ടർ എന്ന് പറയുന്നത്. എന്താണ്? ജീവിയ ഘടകങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ബയോട്ടിക് ഫാക്ടർ. പറഞ്ഞേ, ബയോട്ടിക് ഫാക്ടർ. അടുത്ത നോക്കിക്കേ, അജീവിയ ഘടകങ്ങൾ. എന്താണ്? അജീവിയ ഘടകങ്ങൾ. അബയോട്ടിക് ഫാക്ടർ. എന്താ പറയുന്നത്? അബയോട്ടിക് ഫാക്ടർ. അജീവിയ ഘടകങ്ങൾ, അതായത് ജീവനില്ലാത്ത ഘടകങ്ങളെ പറയുന്ന പേരാണ് അബയോട്ടിക് ഫാക്ടേഴ്സ്. ഒന്നുകൂടെ നോക്കാം. ജീവീയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും. ജീവനുള്ളവയും ജീവനില്ലാത്തവയും. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ഓക്കെ, നോക്കാം. ഒന്നാമത്തത് മത്സ്യം. നമുക്കറിയാം അല്ലെ, മത്സ്യം ജീവനുള്ളവയാണ്. അപ്പൊ അത് ഏത് ഘടകത്തിൽ പെടും? ഏത് ഫാക്ടേഴ്സിൽ പെടും? ബയോട്ടിക് ഫാക്ടേഴ്സിൽ പെടും. പിന്നെയോ മരം. മരം ട്രീ. മരമാണെങ്കിലും അത് നടക്കുന്നൊന്നും ഇല്ലെങ്കിലും അത് എന്താണ്? ജീവനുള്ളവയാണ്. ഇനി മരങ്ങൾ എങ്ങനെയാണ് ജീവനുള്ളവയാണെന്ന് തിരിച്ചറിഞ്ഞത്? അറിയാം അല്ലെ. മരങ്ങൾ ജീവനുള്ള നിങ്ങൾ പറയും. ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും. പക്ഷെ എങ്ങനെയാണ് മരങ്ങൾ ജീവനുള്ളതാണെന്ന് പറയുന്നത്? അവ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ വളരുന്നുണ്ട് അല്ലെ. They can grow. അത് വളരുന്നു. അതുകൊണ്ട് വളരുന്നത് ജീവനുള്ളവയുടെ ഒരു പ്രത്യേകതയാണ് അല്ലെ. വളരുന്നത് ജീവനുള്ളവയുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് മരങ്ങൾ ജീവനുള്ളവയാണെന്ന് പറയുന്നത്. എന്നാൽ കല്ലുകൾ, പാറ കഷ്ണങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും അതേപോലെ ഇരിക്കും അല്ലെ. അതുകൊണ്ട് അവ ജീവനുള്ളവയാണോ? അല്ല, അവ ജീവനുള്ളവയല്ല. അവ നോൺ ലിവിങ്
മരം ട്രീ. ഇനി പാമ്പ് ജീവനുള്ളവയാണ് അല്ലെ, സ്നേക്ക്. താമര ലോട്ടസ് ജീവനുള്ളവയാണ്. അവ വളരുന്നില്ലേ, പൂ ഉണ്ടാവുന്നുണ്ട്, ഇലകൾ ഉണ്ടാവുന്നുണ്ട്. അതിന് വളർച്ചയിൽ എപ്പോഴും കുഞ്ഞായിട്ട് ഒരേപോലെയാണ് ഇരിക്കുന്നത്, അല്ല അവയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇനി അടുത്തത് പുല്ല് ഗ്രാസ്, അതും എന്താണ്, ജീവിയ ഘടകങ്ങളാണ്. അടുത്തത് പക്ഷി. പക്ഷി എന്താണ്, ബേർഡ് അല്ലെ, പക്ഷി ബേർഡ്. നോക്കാം ഇനി അജീവിയ ഘടകങ്ങൾ. സൂര്യപ്രകാശം സൺലൈറ്റ് അല്ലെ, സൂര്യപ്രകാശം സൺലൈറ്റ്, ഇതിന് ജീവനുണ്ടോ, ഇല്ല അല്ലെ. ഇവ എന്താണ്, നോൺ ലിവിങ് തിങ്സ് ആണ്, അതായത് അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. അടുത്തത് വായു. വായു എന്താണ്, എയർ ആണ് എല്ലാവർക്കും അല്ലേ, എയർ വായു, അതെന്താണ്, നോൺ ലിവിങ് തിങ്സ് ആണ്. പിന്നെയും ഉണ്ടല്ലോ ജലം അല്ലെ, ജലം എന്താ, വാട്ടർ, വാട്ടറും നോൺ ലിവിങ് തിങ്സ് ആണ്, അതായത് അബയോട്ടിക് ഫാക്ടർ ആണ്. അടുത്തത് മണ്ണ്. മണ്ണ് എന്താ, സോയിൽ അല്ലെ, സോയിൽ. മണ്ണ് എങ്ങനെയാണ്, മണ്ണും അജീവിയ ഘടകങ്ങളാണ്, അതായത് നോൺ ലിവിങ് തിങ്സ്, ജീവനില്ലാത്തവ ആണ്. ഓക്കെ, അടുത്തത് പാറ. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു അല്ലെ, പാറ. പാറ എന്താണ്, നോൺ ലിവിങ് തിങ്സ് ആണ്. വളരെ എളുപ്പത്തിൽ ഈ പട്ടിക നമുക്ക് പറഞ്ഞു പോകാൻ സാധിക്കും അല്ലെ, അത്രയ്ക്കും എളുപ്പമാണ്. അടുത്ത ചിത്രം നോക്കിക്കേ, ആവാസ വ്യവസ്ഥയുടെ ചിത്രമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ, ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നോക്കിയേ, ഒരു മരത്തില് കുറേ ജീവികൾ അല്ലേ, പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ട്. നോക്കാം, എന്താണ് ആവാസ വ്യവസ്ഥ. ആവാസ വ്യവസ്ഥ എന്നാൽ എന്ത്, വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം എക്കോസിസ്റ്റം. ഗിവ് ആൻ എക്സാമ്പിൾ. കുറച്ച് എക്സാമ്പിൾ കൂടിയുണ്ട്, നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എന്താണ് ആവാസ വ്യവസ്ഥ എന്ന് നോക്കാം. ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ആവാസ വ്യവസ്ഥ. നമ്മൾ പറഞ്ഞാലേ, ജീവനുള്ളവയും ജീവനില്ലാത്തവയും പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ചെറിയൊരു ചുറ്റുപാട് അല്ലെ, ചെറിയൊരു ഭാഗം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് അല്ലെ. ജീവനുള്ളവയും ജീവനില്ലാത്തവയും പരസ്പരം ആശ്രയിച്ചു കഴിയുന്നു, അതാണ് ആവാസ വ്യവസ്ഥ. An ecosystem include the mutually dependent biotic and abiotic factor of a particular place. ഒരു നിശ്ചിത സ്ഥലത്താണ്, വേറെ അങ്ങ് ദൂരെ ദൂരെ മാറി മാറിയല്ല, ഒരു സ്ഥലത്ത് തന്നെ അവിടെ ആരൊക്കെ ഉണ്ടാവും, ജീവനുള്ളവയും ഉണ്ടാകും ജീവനില്ലാത്തവയും ഉണ്ടാവും അല്ലെ. അവ പരസ്പരം എന്ത് ചെയ്യുന്നു, ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഒരാൾക്ക് ഒരാളുടെ ആശ്രയം ഇല്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കില്ല. ഒരു എക്സാമ്പിൾ പറയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒരു കുളം അല്ലെ, ആ കുളത്തില് ജീവനില്ലാത്ത വെള്ളമുണ്ട്, അതായത് അബയോട്ടിക് ഫാക്ടർ ആയ വെള്ളമുണ്ട്. ആ വെള്ളത്തില് ജീവനുള്ള ആരുണ്ട്, മീനുകളുണ്ട്, ആമയുണ്ട്, തവളയുണ്ട്, അങ്ങനെയുള്ള ജീവജാലങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പോ ആ ജീവനുള്ള ജീവജാലങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ എന്ത് കൂടിയേ തീരൂ, വെള്ളം കൂടിയേ തീരൂ അല്ലെ. അപ്പൊ അവ ജീവനുള്ളവ ജീവനില്ലാത്ത വെള്ളത്തെ ആശ്രയിക്കുന്നില്ലേ. ഈ ഒരു പ്രദേശം അല്ലെങ്കിൽ ആ ഒരു കുളം, അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ആവാസ വ്യവസ്ഥ എന്ന് വിളിക്കാം. പിടികിട്ടിയോ, ആവാസ വ്യവസ്ഥ എന്താന്ന് മനസ്സിലായോ? വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. നമ്മുടെ ഒരു കുളം ഓർത്താൽ മതി. വെള്ളം, ആ വെള്ളം ആരെയൊക്കെ ആശ്രയിക്കുന്നുണ്ട്, മീനുകൾക്ക് വെള്ളം വേണം അല്ലെ, അല്ലെങ്കിൽ പുറത്തുള്ള മറ്റ് ജീവികൾ ആരൊക്കെയാണ്, മാനുകള്, അല്ലെങ്കിൽ കാട്ടിലൊക്കെ ആണെങ്കിൽ മാന്, കരടിയൊക്കെ എന്ത് ചെയ്യും, വെള്ളം കുടിക്കാനായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണെങ്കിലും എന്ത് ചെയ്യും, വെള്ളം കുടിക്കാനായിട്ട് വരും. അപ്പൊ വെള്ളം നമുക്കും വേണം അല്ലെ. അവിടെ ജീവിക്കുന്ന മീനുകൾക്ക് വെള്ളമില്ലാതെ സാധിക്കുമോ, ഇല്ല. അപ്പൊ അവയ്ക്കും എന്ത് വേണം, വെള്ളം ആവശ്യമാണ്. അപ്പൊ ജീവനുള്ളവ ജീവനില്ലാത്തവയും പരസ്പരം എന്ത് ചെയ്യുന്നു, ആശ്രയിച്ചു കഴിയുന്നു. അതിന് പറയുന്ന പേരാണ്, ആ ഒരു പ്രദേശത്തിന് പറയുന്നതാണ് ആവാസ വ്യവസ്ഥ. അപ്പൊ നമുക്ക് ഉദാഹരണം പറയാനായിട്ട് സാധിക്കുമല്ലോ. കുളങ്ങൾ അല്ലെ, അതിനൊരു വലിയ എക്സാമ്പിൾ ആണ് കുളങ്ങൾ. കുന്നുകൾ, വലിയ കുന്നുകൾ അല്ലെ. പിന്നെയോ കാടുകൾ, ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് കാടുകൾ. പിന്നെയോ കാവുകൾ, നമ്മുടെ തൊട്ടടുത്തുള്ള കാടുകളൊക്കെ ഇല്ലേ, സർപ്പങ്ങളെ ആരാധിക്കുന്ന ചെറിയ കുഞ്ഞു ക്ഷേത്രങ്ങളൊക്കെ ആയിട്ടുള്ള കാവുകൾ
അല്ലെ, അവിടെയും ഇതേപോലെ തന്നെ കുളവും ഉണ്ടാവും അല്ലെ കാവുകളില്. പിന്നെയോ കണ്ടൽ കാടുകൾ, വയലുകൾ എന്നിവയെല്ലാം ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. ഫോറസ്റ്റ്, ഹിൽസ്, പോണ്ട്സ്, ഗ്രൂവ്സ് ആർ എക്സാമ്പിൾ ഓഫ് എക്കോസിസ്റ്റം. ഇവിടെ പറയാം ഏതൊക്കെയാണ്? കുളങ്ങൾ, കുന്നുകൾ, കാടുകൾ, കാവുകൾ, കണ്ടൽ കാടുകൾ, വയലുകൾ. ഏതൊക്കെയാണെന്ന് നമുക്ക് ഇംഗ്ലീഷിനും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഇത് കൂടെ പറയണേ. ഫോറസ്റ്റ്, ഹിൽസ്, പോണ്ട്സ്, ഗ്രൂവ്സ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് എക്കോസിസ്റ്റം. കിട്ടുന്നില്ലേ? പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? പറഞ്ഞു പോകാം. നമുക്ക് അതിന്റെ ചിത്രങ്ങൾ കൂടി നോക്കാം. ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഒന്നാമത്തെ ചിത്രം ഏതാണ്? കണ്ടൽ കാട് അല്ലെ. ഒന്നാമത്തെ ചിത്രം ഏതാണ്? കണ്ടൽ കാട്. അടുത്തതോ കൃഷിയിടങ്ങൾ. അവിടെയും ഇതുപോലെ തന്നെയാണല്ലേ, ജീവജാലങ്ങളും ഉണ്ടാവും, ജീവനില്ലാത്ത ആൾക്കാരും. അതായത് വെള്ളം ഉണ്ടാവും, മണ്ണുണ്ട് അല്ലെ. അവയൊക്കെ എന്താണ്? ജീവനില്ലാത്തവയല്ലേ. പിന്നെ അടുത്ത് നോക്കി കാട്. കാട് നമുക്ക് പ്രത്യേകം പറയണ്ടല്ലോ അല്ലെ. ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. അടുത്തത് കുളം, നമ്മളിപ്പോ പറഞ്ഞു അല്ലെ. പിന്നെ ഏതാണ്? കുറ്റിക്കാട്. പിന്നെ അടുത്ത് വരുന്നത് പാറ. അപ്പൊ എക്സാമ്പിൾ ഒന്നുകൂടെ നോക്കാം. കണ്ടൽ കാട്, കൃഷിയിടം, കാട്, കുളം, കുറ്റിക്കാട്, പാറ. ഇതിന്റെ ഇംഗ്ലീഷ് പേരുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. കണ്ടൽ കാട് എന്ന് പറഞ്ഞാൽ എന്താണ്? മാൻഗ്രോവ്സ്. അടുത്തത് കൃഷിയിടം, ഫാം ലാൻഡ്. അടുത്തത് കാട്, കാട് ഫോറസ്റ്റ്. അടുത്തത് കുളം, കുളം അറിയാലോ, പോണ്ട് അല്ലെ. കുളം എന്താണ്? പോണ്ട്. പിന്നെ കുറ്റിക്കാട്, ബുഷ്. പാറ, റോക്ക്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ആവാസ വ്യവസ്ഥയുടെ ഉദാഹരണങ്ങൾ. ഇപ്പൊ നമ്മള് വനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ വനം എങ്ങനെയാണ് ഒരു പ്രധാന ആവാസ വ്യവസ്ഥയാകുന്നത്? നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് പറയാമോ? വനങ്ങൾ സംരക്ഷിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വനങ്ങൾ നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണെങ്കിൽ അത് നമ്മൾ അതുപോലെ തന്നെ സംരക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് അല്ലെ. അത് എന്തിനാണ് സംരക്ഷിക്കുന്നത്? How forest became an important ecosystem? Why is it important for us to preserve forest? എന്തിനാണ് നമ്മൾ അവ സംരക്ഷിക്കുന്നത്? നോക്കാം. വൈവിധ്യമാർന്ന ജീവജാലങ്ങളുടെ വാസസ്ഥലമാണ് വനങ്ങൾ. നമുക്കറിയാം കാട്ടിലെ ജീവജാലങ്ങള് നമ്മുടെ നാട്ടിലുള്ളതിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ജീവജാലങ്ങൾ എവിടെയുണ്ട്? കാട്ടിലുണ്ട് അല്ലെ. നമ്മൾ കാണാത്ത പോലും അല്ലെ, നമ്മൾ ശരിക്കും കണ്ടിട്ടില്ലാത്ത ജീവികൾ വരെ അവിടെ കാട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവയുടെയൊക്കെ വാസസ്ഥലമാണ് ഈ പറയുന്ന വനങ്ങൾ. അപ്പൊ വനങ്ങൾ ഇല്ലാതായാൽ അത്രയും ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാവും അല്ലെ. ഫോറസ്റ്റ് ഈസ് ദ ഹാബിറ്റാറ്റ് ഓഫ് മെനി ഓർഗാനിസം. ഒരുപാട് ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ, ഹാബിറ്റാറ്റ് ആണ് ഏത്? നമ്മുടെ ഫോറസ്റ്റ്. ഇനി അടുത്ത് നോക്കാം. വനങ്ങളിൽ നിന്നാണ് അരുവികളും പുഴകളും രൂപം കൊള്ളുന്നത് അല്ലെ. വനങ്ങളിൽ നിന്നാണ് അരുവികളും പുഴകളും രൂപം കൊള്ളുന്നത്. കാരണം നമുക്കറിയാം വനത്തിൽ നിന്നാണ് നദികളും ചെറിയ ചെറിയ നദികളും പുഴകളും ഒക്കെ ഒഴുകി തുടങ്ങുന്നത്. അപ്പൊ ഈ കാടുകൾ ഇല്ലാതായാൽ നമ്മുടെ പുഴകളും അരുവികളും ഒക്കെ തന്നെ ഇല്ലാതാകും. നമുക്ക് വെള്ളം ഇല്ലാതായാലുള്ള അവസ്ഥ അറിയാമല്ലോ അല്ലെ. വളരെയധികം ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകും. ഇനി അതുപോലെ വനം മഴ ലഭിക്കാൻ സഹായിക്കുന്നു അല്ലെ. വനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമായ മഴയും ലഭിക്കുകയുള്ളൂ. അപ്പൊ മഴ വേണമെങ്കിൽ ആര് വേണം? വനം വേണം അല്ലെ. ഇപ്പൊ ഫോറസ്റ്റ് ഇല്ലാത്തൊരു അവസ്ഥയെന്ന് ഓർത്തു നോക്കി. മഴയില്ലാത്ത സമയം അല്ലെ. ഇപ്പോൾ തന്നെ നമുക്ക് ചെറിയ വേനൽ തുടങ്ങുമ്പോഴേ മഴ, വെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ ഫോറസ്റ്റ് ഹെൽപ് ടു ഗെറ്റ് റെയിൻ. കാടുണ്ടെങ്കിൽ നമുക്ക് മഴയും കിട്ടും. നോക്കാം. വനം ശുദ്ധവായു നൽകുന്നു. നമ്മൾ ഒരു ആൽമരത്തിൽ നിന്ന് വളരെയധികം ശുദ്ധവായു ലഭിക്കും എന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ ഒരുപാട് മരങ്ങൾ ജീവിക്കുന്ന, ഒരുപാട് മരങ്ങൾ തിങ്ങി പാർക്കുന്ന ആ വനത്തിൽ എത്രത്തോളം ശുദ്ധവായു ഉണ്ടാവും അല്ലെ. നമ്മുടെ നാട്ടിൽ ഇപ്പോ വലിയൊരു പ്രശ്നമാണ് മരങ്ങൾ വെട്ടി മാറ്റുക എന്നുള്ളത് അല്ലെ. വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മള് വലിയ വലിയ കെട്ടിടങ്ങളും വീടുകളും ഒക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് മരങ്ങള് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത്
മരങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ അതാണ് കൂടുതലും മലിനീകരണം അല്ലെ, വായു മലിനീകരണം, ഓക്സിജൻ ഇല്ലാത്ത പ്രശ്നങ്ങൾ, അസുഖങ്ങൾ ഉണ്ടാവുന്നു, മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഓക്സിജൻ സംബന്ധം അതായത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ വായുവിന്റെ കുറവ് മൂലമാണ് അല്ലെ. മറ്റ് പദാർത്ഥങ്ങൾ അടങ്ങിയ മറ്റ് വിഷവാതകങ്ങളാണ് മനുഷ്യൻ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ കാരണം ആരാണ്? ഈ വനങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ തന്നെയാണല്ലേ. പക്ഷെ നമ്മൾ മനുഷ്യരാരും ഇത് അറിയാമെങ്കിലും സ്വയം തിരിച്ചറിയാൻ കൂട്ടാക്കുന്നില്ല. അപ്പൊ നിങ്ങൾ കുട്ടികളാണ് ഇതിനൊക്കെ മുൻകൈ എടുക്കേണ്ടവരല്ലേ. ഓരോ മരങ്ങളും വെട്ടുമ്പോ 10 മരം വെച്ച് പിടിപ്പിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ്? നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മരങ്ങളൊക്കെ നട്ട് വളർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ വനം ശുദ്ധവായു നൽകുന്നു, അത് മനസ്സിലായില്ലേ? വനത്തിലാണ് ഏറ്റവും അധികം ശുദ്ധവായു ഉള്ളത്. അപ്പൊ വനത്തിൽ ശുദ്ധവായു ഉണ്ടാകാൻ കാരണം എന്താണ്? അവിടെ നിറയെ മരങ്ങൾ ഉള്ളത് കൊണ്ടാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഫോറസ്റ്റ് ഗീവ്സ് ഫ്രഷ് എയർ. ഇനി അടുത്തത് വനം മണ്ണൊലിപ്പ് തടയുന്നു. നമുക്കറിയാം മരങ്ങള് അവയുടെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയാണ് നിൽക്കുന്നത്. ഈ സമയത്ത് വലിയ ശക്തമായ മഴയുണ്ടായാലും എന്ത് സംഭവിച്ചാലും മണ്ണൊന്നും ഒലിച്ചു പോവില്ല. കാരണം മണ്ണ് ആ വേരുകൾ കൊണ്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ എത്ര ശക്തമായ നല്ല വെള്ളമൊക്കെ ഒലിച്ചാലും മണ്ണ് ഒരിക്കലും ഒലിച്ചു പോവില്ല. ആ മണ്ണൊലിച്ചു പോകാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാലോ. അപ്പൊ ആ മണ്ണൊലിപ്പ് വരാതിരിക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? മരങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. മരങ്ങൾ കൂടി നിൽക്കുന്ന കാടുകൾ നമ്മെ സഹായിക്കുന്നുണ്ട്. പിന്നെ വനം കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു. നമുക്കറിയാം ചൂട് കൂടി വരുന്നു അല്ലെ, ഭയങ്കരമായി ഈ ഓക്സിജൻ കുറയുന്നത് മൂലം ഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ തടയുന്നതും അല്ലെങ്കിൽ ആ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതും ചൂടും തണുപ്പും ഒക്കെ മാറിയല്ല ഒരേപോലെ നിയന്ത്രിച്ച്, ഒരുപാട് ചൂടുമല്ല ഒരുപാട് തണുപ്പുമല്ല ഒരുപാട് മഴയുമല്ല ഒരുപാട് വെയിലുമല്ലാത്ത രീതിയിൽ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ വനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് വനങ്ങൾ നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോകാൻ അല്ലെങ്കിൽ പഠിച്ചു പോകാൻ പറ്റുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എല്ലാവരും നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആദ്യം തൊട്ട് നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? അതെ, അരയാലിനെ കുറിച്ചാണ് അല്ലെ. അരയാലിന്റെ പ്രത്യേകത എന്താണ്? വളരെയധികം ഓക്സിജൻ പുറത്തേക്ക് വിടാൻ കഴിവുള്ള ഒരു മരമാണ്. നമ്മുടെ ദേശീയ വൃക്ഷമാണ് അരയാൽ അല്ലെ. നമ്മുടെ ദേശീയ വൃക്ഷമാണ് അരയാൽ. അപ്പൊ അരയാലിനെ കുറിച്ച് പഠിച്ചു. അരയാൽ നമുക്ക് നൽകുന്ന ഗുണങ്ങളെ കുറിച്ച് പഠിച്ചു. പിന്നെ ആവാസ വ്യവസ്ഥ എന്താന്ന് പറഞ്ഞു അല്ലെ. എന്താണ് ആവാസ വ്യവസ്ഥ? അതിന്റെ കൂടെ ഒന്നുകൂടെ പറഞ്ഞേ. ആവാസ വ്യവസ്ഥ എന്താണ്? ജീവനുള്ളവയും ജീവനില്ലാത്തവയും പരസ്പരം ആശ്രയിച്ചു പോകുന്നതിനെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് അല്ലെ. പിന്നെ നമ്മള് വനത്തിന്റെ പ്രത്യേകത അല്ലെ, വനം നമുക്ക് നൽകുന്ന ഗുണങ്ങളെ കുറിച്ചും പഠിച്ചു. അപ്പൊ എല്ലാവരും ഈ കുറച്ച് പോർഷൻ ഉള്ളൂ, അത് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.